അപ്പോഴത്തേക്ക് അവൾ എനിക്കൊരു വെറൈറ്റി ആയിട്ടൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ വൻ പ്രശ്നമാണ്. എഡ്യൂക്കേഷൻ ഇസ് ലൈഫിലെ പവർഫുൾ. എൻ്റെ മെയിനായിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഈ ഒരു കണ്ടൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എവിടെയും പോകില്ല, ഞാൻ നമ്മുടെ ഹാർഡ് വർക്കിന് തന്നെ പോവുകയാണ്, പണിക്ക് പോവുകയാണ്. വേറെ സീനൊന്നുമില്ല. ഈ വെൽ ഡ്രസ്സിൽ നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും എൻ്റെ പിള്ളേരും വി ആർ ഫ്രം ഹാർഡ് വർക്കേഴ്സ്, ഓൾ ആർ ബെഗേഴ്സ്, നോ കൂലീസ്, വി ആർ. ഇപ്പോൾ ജോലി എന്താണെന്ന് വെച്ചാൽ വുഡ്ലാൻഡിലാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അത് സർപ്രൈസ് ആയിരിക്കും. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. വുഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന ലെതറിൻ്റെ ഷോപ്പായിരിക്കും, പക്ഷേ ഇതൊന്നുമല്ല. ഈ വുഡ്ലാൻഡ് എന്ന് പറയുമ്പം നമ്മുടെ ഒരേ ഒരു മനസ്സായിട്ട് നമ്മൾ ഒരൊറ്റ ഹാർഡ് വർക്ക്, അതും കൂടെ ഉള്ള 6 പേര് ഒരുമിച്ച്, അതാണ് നമ്മുടെ ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ്സിലോട്ടാണ് അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടല്ലോ. Oh my God! ഗായ്സ്, ഞാനൊരു പറയാൻ മറന്നുപോയി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടൊരു കമ്പനിക്കാരുണ്ട്, രേവതി എന്നാണ് പേര്. അപ്പോഴത്തേക്ക് അവൾ എനിക്കൊരു വെറൈറ്റി ആയിട്ടൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വന്നതാണ്, പക്ഷേ ഞാനത് വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ ബ്ലോഗിന് വേണ്ടി തന്നെ മെയിനായിട്ട് വെച്ചാണ്. അത് സർപ്രൈസ് സാധനമാണ്, നമ്മുടെ മനസ്സിന് ഇണങ്ങിയ പോലത്തെ ഒരു സാധനമെന്ന് പറയത്തില്ലേ, അതിനെന്ത് പറയും ആ ഒരു വേട്. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ണാടി എന്ന് പറയുമ്പോൾ എൻ്റെ സേഫ്റ്റി മാത്രമല്ല, എനിക്ക് ഭയങ്കര ക്രൈസാണ്. മമ്മൂക്കയ്ക്ക് കണ്ണാടി ഇഷ്ടമെന്നുള്ള രീതിയിലെ പോലെ എനിക്കും കണ്ണാടിയോട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കുന്ന കാരണം ഈ ഹെൽമെറ്റ് ആയതുകൊണ്ട്, ഇങ്ങനത്തെ ഹെൽമെറ്റ് ആയതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ സൈഡ് കവർ ചെയ്തൊരു ഗ്ലാസ്സാണ് എപ്പോഴും ബുക്ക് ചെയ്യുന്നത്. ആ ഒരു മോഡലിൽ തന്നെ അവൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ജിത്ത് ജില്ലാണ്ടി ജില്ലാണ്ടി ഡോളടിക്കും കളറ് കണ്ണാടി. ഇനി ഇത് വെച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതും മാസ്ക് ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മൾ ബെൽ സെറ്റായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഈ ഉൾ റോഡായതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക സാംസങ്ങിനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗൈസ്, നമ്മൾ പണി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വരുന്ന പണി തന്നവരെല്ലാവരും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഗൈസ് പൊളിക്കുകയാണ്. നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം. എല്ലാവർക്കും കാണാം നമ്മുടെ എന്തുവാണ് നമ്മുടെ വർക്ക് എന്നുള്ളത്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോഡല്ല. ഇന്ന് നമ്മൾ മൊത്തം ഈ തടി വെട്ടിയിട്ടിരിക്കുന്ന തടി മൊത്തം നമ്മൾ മില്ലിൽ കൊണ്ട്, ഇതൊരു പാർട്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് മൊത്തം നമ്മൾ മില്ലിൽ കൊണ്ടെടുക്കാനായിട്ട് ഞാനും എൻ്റെ പിള്ളേർ സ്ട്രോങ് ആണ്, സെറ്റ് ടീമാണ് ബ്രോസ്. നമ്മൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഫുൾ എനർജി ഡ്രിങ്ക് ആയിട്ട് നമ്മൾ മൗണ്ടൻ ഡ്യൂവും റെഡ് ബുള്ളൊന്നും അല്ല കുടിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള കരിക്കാണ് നമ്മൾ കുടിച്ച് സെറ്റായി ചാർജ് ട്രെയിനും വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മൈക്കില്ലാത്ത കാരണം ഇപ്പോൾ സൗണ്ടിന് ചെറിയ വേരിയേഷൻ വരും, അത് കുഴപ്പമില്ല. ഗൈസ്, നമ്മളപ്പോഴത്തേക്കും വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഓ CKB ആണെന്ന് തോന്നുന്നു ഓടിക്കുന്നത്, ചുമ്മാ ഫോൺ അടിക്കുന്നു. കൈമാറ്റ് എന്തായി കടിയും കൊണ്ടുപോകണം. ഞാൻ എൻ്റെ പുറകിലുണ്ട്, നമുക്കൊരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇതൊരു രസമല്ലേ ബ്രോ? നമ്മൾ വലുതാകുമ്പോഴും ഓർക്കാനായിട്ട് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്നും കാണത്തുള്ളൂ, അതറിയാമോ? പുതിയ വീഡിയോ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്താണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ പഠിക്കാൻ വിട്ട സമയത്ത് നമ്മളെല്ലാവരും പഠിക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് എപ്പോഴും ഇതുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട അനുഭവിക്കുന്നത്
ഇതൊന്നുമല്ല, ഇതെല്ലോട് കഴിഞ്ഞു, രാവിലെ എല്ലോട് കയറ്റി വിട്ടു. ഇപ്പോൾ അടുത്ത ലോഡാണ്. പക്ഷെ നമ്മുടെ ടീം നല്ലൊരു ഒത്ത മനസ്സായതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി. എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ തോക്ക് പിടിക്കണമെന്നാണ്. ഇപ്പോൾ ഞാൻ പിടിക്കുന്നതെന്ന് വുഡ് കട്ടറാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. +2 ഉണ്ട്. +2 മെയിനായിട്ടുള്ള വിഷയം എന്താ പറയുക, 10 കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ല അമ്പാടിക്ക് എന്തെടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ കൊമേഴ്സ് എടുക്കാൻ എല്ലാവരും പറഞ്ഞു. നമുക്ക് തിരിച്ചറിവുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിഷയം നമുക്ക് ആ പണി മാറിപ്പോകും കേട്ടോ. നമ്മളുള്ള ലൈഫ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അത് നമുക്കുണ്ടാവും. നമുക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ ആർമിയോ നേവിയോ എല്ലാവരും. പക്ഷേ സയൻസ് ഇല്ലാത്ത കാരണം നമ്മളിപ്പോഴും ഇങ്ങനെ അതെ മരവും വെട്ടി നടക്കണം. അതൊക്കെയാണ് മാക്സിമം നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം കേട്ടോ. ഗൈസ് വർക്കെല്ലാം കഴിഞ്ഞ് ഗൈസ് ഇന്നത്തെ പണി ഇച്ചിരി സീനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പിള്ളേരെല്ലാം ഹാർഡ് വർക്ക്. നമ്മളെന്ന് പറഞ്ഞാൽ ഒറ്റ മനസ്സാണ്. 6 പേര് ഒറ്റ മനസ്സാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ പണിയുടെ ഒരു വേവ് ലെങ്താണ് നമ്മളെല്ലാവരും. അപ്പോഴേക്കും നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മുതലാളി പൈസ മേടിക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ പൂട്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഇനി നമ്മൾ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോകും. വീട്ടിലോട്ട് പോയി കുളിച്ച് ഫ്രഷായിട്ട് നമ്മളിങ്ങനെ ഗൈസ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നല്ലേ നിങ്ങളെല്ലാം. ഞാൻ എന്താണെന്ന് പറയുക പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കതെ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ. ഇപ്പം എന്താ കുളിക്കാതിരിക്കുന്നത്, നമ്മുടെ തലയൊക്കെ ഇപ്പം നല്ല ഇതായിട്ടിരിക്കും. ഇത്രയും നമ്മുടെ വെയിലത്തും എന്ത് ചെയ്താലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെടുക്കണം അറിയാം, നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കുളിക്കില്ല, വിയർത്തിരിക്കുകയാണ് ശരീരം. അത് ഭയങ്കര പ്രശ്നമാണ് ശരീരത്തിന്. അതുകൊണ്ട് ഞാനൊരു 10-20 മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് സെറ്റായിട്ട് വരാം. എന്നിട്ട് നമ്മൾ വെൽ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലേസിൽ പോയി 15 minutes later. ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ ഫ്രഷായി സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒന്ന് ബീച്ചിലോട്ടുള്ള പോക്കാണ് കേട്ടോ. ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, മനുഷ്യന് ഏതൊരു അവസ്ഥയിൽ നമ്മളെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നൊരു പ്ലേസാണ് ബീച്ച്. അവിടെ പോയിരുന്ന ഇങ്ങനെ ഒരു മൂഡെന്ന് പറയുന്നൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിക്ക് കേട്ടോ. ഓക്കെ ഗൈസ്. നമ്മുടെ ആലപ്പുഴ ബീച്ച്, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ കൊച്ചു ആലപ്പുഴ ബീച്ച് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടൊരു വൈബിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പക്ഷേ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ല നമ്മളെപ്പോലെ തന്നെ. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള അവസ്ഥ എന്ന് പറയും, ഞാനിപ്പോൾ ചെറിയായിട്ട് എനിക്കങ്ങനെ പറഞ്ഞു തരാൻ വലിയ അർഹനൊന്നുമല്ല, എന്നാലും ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ വൻ പ്രശ്നമാണ്. എഡ്യൂക്കേഷൻ ഇസ് ലൈഫിലെ പവർഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. സ്കൂൾ ലൈഫാണ് നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാലഘട്ടം. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കിപ്പോൾ 24 വയസ്സ്. എനിക്കിപ്പോൾ തോന്നുന്നത് എന്തറിയാം, ഞാനിപ്പോൾ ഒന്ന് പിന്നോട്ടൊന്ന് ചിന്തിക്കുക. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പഠിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഞാൻ പറയത്തില്ല. എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, കുളങ്ങളും ബീച്ചും അങ്ങനെയുള്ള ശരത്തും ഭരത്തൊക്കെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അത് സത്യസന്ധമായിട്ട് പറയാം, ശിവൻ ചാക്കോയി. അത് ഞാൻ എവിടെ വേണമെങ്കിൽ ഞാൻ തുറന്നു പറയും. നമ്മുടെ സ്കൂൾ ലൈഫിൽ കിട്ടുന്ന ആ ഒരു അറിവും ആ ഒരു ബേസുമാണ് നമുക്ക് പിന്നെ ലൈഫിൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. പക്ഷേ സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് ഇമാരെന്നെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. അതൊക്കെയാണ് എൻ്റെ ഭാഗത്ത് വന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം പഠിക്കാൻ പറ്റുന്ന സമയം, ഫുൾ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിക്കാൻ പറ്റുന്ന സമയങ്ങൾ മാക്സിമം നമ്മൾ പഠിച്ചെടുക്കുക. ഒരു നല്ലൊരു ജോലി മേടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ശരീരം കഷ്ടപ്പെടുന്ന അത്രയൊന്നും കഷ്ടപ്പെടുന്ന ജോലിയൊന്നും കണ്ടിട്ടുള്ള കാര്യമില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫീൽഡിൻ്റെ ഇതൊന്നുമല്ല കേട്ടോ. എൻ്റെ ലൈഫ് ഇതൊന്നുമല്ല ഗൈസ്. മെയിനായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ ലൈഫ് ഇതൊന്നുമല്ല. എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു 4 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ആർമി പോകണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൻ്റെ തിരുവനന്തപുരം ഇതേപോലെ പാങ്ങോട് ഇങ്ങനെ പോയി നിന്നിട്ട് ഒരു അവസ്ഥയുണ്ട്.
അതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമം വരും. നമ്മൾ എത്ര റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോയിട്ടുണ്ടെന്നറിയോ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തിരുവല്ല 5 റാലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഫിസിക്കലൊന്നും ഒരു സീനും ഇല്ല, മെഡിക്കൽ ഓരോന്നും അവന്മാർ കണ്ടുപിടിച്ച് നമുക്ക് ഇതാകുന്നത്, അതാണ് വിഷമം. പക്ഷേ എന്നാലും നമ്മൾ തളരത്തില്ല. ഇപ്പോഴും കണ്ട പണിക്ക് പോകുമ്പോൾ ഇടുന്ന മെയിനായിട്ടുള്ള വേഷം എന്ന് പറയുമ്പോൾ ആർമിയുടെ വേഷം. കൈ തോക്കില്ലെന്നേ ഉള്ളൂ, വുഡ്കട്ടറിൻ്റെ കൈ ഇരിപ്പുണ്ട് മോനെ. നമ്മുടേക്ക് വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ നമ്മൾ എറിയാൻ കൊണ്ട് വിലസും. പിന്നെ എൻ്റെ മനസ്സിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ കണ്ടൻറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള പെട്രോളിന് വില കൂടി ഇപ്പോൾ പമ്പിൽ പോയി കാണിച്ചില്ലേ, അതിനെക്കാട്ടി അപ്പുറത്തെ ഒരു അവസ്ഥ. ഇപ്പം നാട്ടുകാർക്ക് ഒരു പ്രശ്നപ്പെട്ടിരിക്കുകയാണ്, അതിന് വേണ്ടി ഒരു സാധനമാണ്. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് പൈസയുടെ കുറച്ച് പ്രോബ്ലം. പിന്നെ എന്തുവായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ പ്രശ്നം അറിയാം? പിന്നെ പൈസയുടെ മെയിനായിട്ടുള്ള എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ പൈസയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ജിതിനാണ് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, മറ്റേ റീൽ ഇൻസ്റ്റാഗ്രാം കാണിച്ചത്. പിന്നെ നമുക്ക് കുറേ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ നമ്മുടെ പയ്യൻ ചെയ്തു തരുന്നതാണ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പയ്യനാണ്. അവൻ്റെ പേരാണ് അമ്പാടി. അവനെ വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവന്മാർ ഇങ്ങനെ വന്ന് നമുക്ക് വേണ്ടി ഒരു വക പോലും മേടിക്കാതെ നമുക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കാര്യം കുറച്ച് ആൾക്കാരും ഉണ്ട് എവിടെ വെച്ച് കണ്ടാലും മുഖം അടിച്ചു വരുന്നത് തുറന്ന് പറയും, അമ്പാടി നിൻ്റെ വീഡിയോ കാണുന്നത് നമുക്കൊരു രസം, അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമ്മുടെ നിൻ്റെ ഒരു കായട്ടങ്ങൾ കോപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുന്നത് നമ്മളെ ഇഷ്ടമായിട്ടാണ്. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ വീഡിയോ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ത് വർക്ക് നമുക്ക് വേണ്ടി അവന്മാർക്ക് കല്യാണം, വെഡ്ഡിങ് എല്ലാം സെറ്റാണ്. നമുക്ക് കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വൈബ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഉള്ള ലൈഫ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയുന്നത് തമാശയല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയത്തില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴേ പ്രാരാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കല്, അതിനിടയ്ക്ക് വെച്ച് തന്നെ നടത്തണം. ജസ്റ്റ് ഒരു ഉദാഹരണം പറയട്ടോ ഗൈസ്, ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിലേ പറഞ്ഞുതരാം. സൈക്കിൾ കൊണ്ട് ഭയങ്കര ക്രേസ് ആയിരുന്നു. നേരെ ഒരു സൈക്കിൾ മേടിച്ചു, യൂണിയൻ മണിക്ക് പോയിട്ട് ഒരു സൈക്കിൾ മേടിച്ചു. നേരെ നമ്മൾ വാഗമണ്ണ് ഇല്ലിക്ക കല്ലൊക്കെ വന്ന് ചുമ്മാ കറങ്ങി. അപ്പോൾ എനിക്ക് നൈസ് മൂഡായി. അപ്പോൾ ഗിയറില്ലാത്ത സൈക്കിളാണ് അതിനകത്ത് പോയത്, അങ്ങനെ പോയത്. എന്നിട്ട് നേരെ സ്കേറ്റിംഗ് ബോർഡ് കണ്ട്, ഡെക്കാത്തലോണിൽ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്കും സ്കേറ്റിംഗ് ബോർഡ് കണ്ട്. പിന്നെ ആ സൈക്കിൾ നേരെ പകുതി രൂപയ്ക്ക് വിറ്റ് 3500 രൂപയ്ക്ക് മേടിച്ച സൈക്കിൾ 2000 രൂപയ്ക്ക് വിട്ടിട്ട് ബാക്കി കൂടി പൈസ പണിയെടുത്ത് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചു. സ്കേറ്റിംഗ് ബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട്, അതിങ്ങനെ വലിയ സ്റ്റണ്ടൊന്നുമല്ല, റൈഡിംഗ് ബോർഡാണ് മേടിച്ചത്. എനിക്ക് അതൊക്കെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് നീന്താൻ അറിയാം, നീന്തൽ എനിക്ക് ഇഷ്ടമാണ്, സൈക്ലിംഗ് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് വീട്ടിൽ കിടന്ന് തുടങ്ങണ്ട, ഞാൻ ഇങ്ങനെ വന്ന് ഈ ബീച്ച് വൈകുന്നേരം ഈ ഒരു സമയത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാൻ തലയ്ക്ക് ഭ്രാന്താണ്. അപ്പം നമ്മുടെ ചാനൽ മാക്സിമം ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കണം. അതൊക്കെ ഒരു രസത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കാണിക്കുന്ന കേട്ടോ.